ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. +2 മാത്തമാറ്റിക്സ് പാർട്ട് 3 ആണ്. എക്സാമ്പിൾ 4 ആ ക്വസ്റ്റ്യനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ സെറ്റ് എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന സെറ്റ് നമ്മൾ എടുത്തിരിക്കുന്നത് 1 2 3 എന്ന് പറയുന്ന ആറല്ല കേട്ടോ, എ എന്ന് പറയുന്ന സെറ്റാണ് എടുത്തിരിക്കുന്നത്. 1 2 3 ഏത് ലെറ്റർ വേണമെങ്കിലും ഡിനോട്ട് ചെയ്യാം. പിന്നെ ആർ എന്ന് പറയുന്ന റിലേഷൻ എടുത്തിരിക്കുന്നത് സെറ്റ് 1 1 2 2 3 3 1 2 2 3 എന്ന് പറഞ്ഞിട്ടാണ്. അത് റിഫ്ലക്സീവ് ആണ്, പക്ഷെ ട്രാൻസിറ്റീവും സിമെട്രിക്കും അല്ല എന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഇത് റിഫ്ലക്സീവ് ആണ് എന്ന് പറഞ്ഞിട്ടുള്ളത്? കാരണം 1 1ഉം 2 2ഉം 3 3യും എന്തിലുണ്ട്? ആ റിലേഷനിലുണ്ട്. അതുകൊണ്ട് അതെന്താണെന്ന് പറയാൻ പറ്റും? റിഫ്ലക്സീവ് ആണ് എന്ന് പറയാൻ പറ്റും. എന്തുകൊണ്ടാണ് സിമെട്രിക് അല്ല എന്ന് പറഞ്ഞിരിക്കുന്നത്? നോക്കിയേ, 1 2 എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് അവിടെ ഉണ്ട്, പക്ഷേ 2 1 നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് അതെന്തല്ല? സിമെട്രിക് അല്ല. ട്രാൻസിറ്റീവ് അല്ല എന്ന് പറയാൻ കാരണം നമ്മുടെ A1 A2 A2 A3, അപ്പോൾ കണ്ടീഷൻ എന്താ? A1ഉം A3യും റിലേഷനിൽ ഉണ്ടായിരിക്കണം അല്ലേ? അപ്പോൾ 1 3 എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് 1 2 2 3 ആറിലുണ്ട്, പക്ഷേ 1 3 എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് അവിടെ ഉണ്ടോ? റിലേഷനിലില്ല. അതുകൊണ്ട് അതെന്തല്ല എന്ന് പറയാൻ പറ്റും? ട്രാൻസിറ്റീവ് അല്ല എന്ന് പറയാൻ പറ്റും. ഇനി എക്സാമ്പിൾ 5 എന്ന് പറയുന്നത് R is equal to set of a comma b such that 2 divides a minus b. Here 2 divides a minus a. a minus aനെ ഡിവൈഡ് ചെയ്യുമല്ലോ, അതുകൊണ്ട് R എന്താണ്? റിഫ്ലക്സീവ് ആണെന്ന് പറയാൻ പറ്റും. a മൈനസ് ബി ആയതുകൊണ്ട് 2 divides a മൈനസ് ബി ആണെങ്കിൽ b മൈനസ് എനെയും ഡിവൈഡ് ചെയ്യുമല്ലോ, അതുകൊണ്ട് കോൺവേഴ്സ് എന്ന് പറയുന്നതും ട്രൂ ആയിരിക്കും. അതുകൊണ്ട് അതെന്താണ്? സിമെട്രിക് ആണ്. പിന്നെ നമുക്ക് മൂന്നാമത്തെ കണ്ടീഷൻ എഴുതി കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറയുന്നത് എ മൈനസ് എ ആണ്. അതെന്ന് പറയുന്നത് 0 ആണല്ലോ. അപ്പം 2 divides 0. അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും? അപ്പം നമുക്ക് അത് റിഫ്ലക്സീവ് ആണെന്ന് പറയാൻ പറ്റും. അതേപോലെ നമുക്ക് വരുന്നൊരു കണ്ടീഷനാണ് ഇപ്പോൾ എ മൈനസ് ബിക്ക് നമ്മളൊരു എക്സാമ്പിൾ എടുത്തു. 6 മൈനസ് 4 അതെന്ന് പറയുന്നത് ഇപ്പോൾ 2 എന്നെടുത്തു. 6 മൈനസ് 2 ആണ്. 6 മൈനസ് 2 എടുത്തു കഴിഞ്ഞാൽ അത് 4 എന്ന് കിട്ടി. 4ന് 2 എടുക്കാം. 4നെ ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? 2 കിട്ടും. അതേപോലെ പിന്നെ എന്താ വരുന്നത്? ബി മൈനസ് എ, നേരെ തിരിച്ചുള്ള കണ്ടീഷൻ. അതെന്ന് പറയുന്നത് 4 മൈനസ് 6 അല്ലെങ്കിൽ നമ്മൾ നേരത്തെ എടുത്ത പോലെ ഇങ്ങനെ എടുക്കാം, 2 മൈനസ് 6 എന്ന് എടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? -4 കിട്ടും. -4ന് ആര് ഡിവൈഡ് ചെയ്യും? 2 ഡിവൈഡ് ചെയ്യും. അപ്പോൾ 2 ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് എന്താ കിട്ടുക? -2 കിട്ടും. അപ്പോൾ കോൺവേഴ്സൻ ട്രൂ അല്ലേ? ഇത് തന്നെയാണ് നമ്മൾ പറഞ്ഞത്. അതുകൊണ്ട് അതെന്തായിരിക്കും? സിമെട്രിക് ആയിരിക്കും. ഇനി എ മൈനസ് ബി എന്ന് പറയുന്നൊരു കണ്ടീഷൻ. എ മൈനസ് ബി എന്ന് പറയുന്നതും നമ്മുടെ അതാണ്. എ മൈനസ് ബി എന്ന് പറയുന്നത് 2 ഡിവൈഡ് ചെയ്യുന്നു, അത് ഈവനാന്ന് പറയുന്നൊരു കണ്ടീഷൻ. ഇനി ബി മൈനസ് സി അല്ലേ? ബി മൈനസ് സി, അതായത് ബിയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നൊരു പെയർ. ഇനി നമുക്കതിന് ഇങ്ങനെ എഴുതാം, എ മൈനസ് ബി പ്ലസ് ബി മൈനസ് സി എന്ന് എഴുതാം. അപ്പോൾ ഇത് രണ്ടും ക്യാൻസലായി പോകുമല്ലോ. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? എ മൈനസ് സി. അതും എന്ത് തന്നെ ആയിരിക്കും? ഈവൻ തന്നെ ആയിരിക്കും, കാരണം 2 അതിനെ ഡിവൈഡ് ചെയ്യുമല്ലോ. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ റിലേഷൻ എന്ന് പറയുന്നത് ട്രാൻസിറ്റീവ് ആണ്. അതുകൊണ്ട് അതൊരു ഇക്വാലൻസ് റിലേഷനാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അടുത്തതിലേക്ക് നോക്കാം. ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് എന്നുള്ളതാണ്. ടൈപ്സ് ഓഫ് ഫങ്ഷൻസ് എന്ന് പറയുമ്പോൾ 1 1 ആൻഡ് ഓൺ 2 അതാണ് വരുന്നത്. അപ്പോൾ എന്താണ് ഒരു ഫങ്ഷൻ? ഫങ്ഷൻ നമ്മൾ +1 ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്.
ഫങ്ഷൻ എന്ന് പറയുന്നത് ഇസ് എ റിലേഷൻ ഫ്രം വൺ ഒബ്ജക്റ്റ് ടു അനദർ, അല്ല, ഒരു ഒബ്ജക്റ്റിൽ നിന്ന് മറ്റൊരിതിലേക്കുള്ള റിലേഷനെയാണ് ഫങ്ഷൻ എന്ന് പറയുക. ഫങ്ഷൻ ഒരു ഡൊമൈൻ ഉണ്ടായിരിക്കും, റേഞ്ച് ഉണ്ടായിരിക്കും. അപ്പോൾ 1 1ഉം ഓൺ 2ഉമായിട്ടുള്ള 2 ഫങ്ഷൻസ്, അതാണ് ടൈപ്സ് ഓഫ് ഫങ്ഷൻസിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇപ്പോൾ 1 1 എന്ന് പറയുമ്പോൾ ഇൻജക്റ്റീവ്, അല്ലേ? ഇൻജക്റ്റീവ് എന്ന് പറയുന്ന പേര് ഓർക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യാൻ പറ്റുക? നമ്മൾ ഇഞ്ചക്ഷനൊക്കെ എടുക്കുമ്പോൾ ഒരു ഇഞ്ചക്ഷൻ മതി എന്നല്ലേ പറയുക, ഒരൊറ്റ ഇഞ്ചക്ഷൻ. അപ്പോൾ 1 ഇഞ്ചക്ഷൻ, അപ്പോൾ ഞാനങ്ങനെയാണ് ഓർത്ത് വയ്ക്കുക. അപ്പോൾ ഇൻജക്റ്റീവ് എന്ന് പറയാൻ പറ്റും. ഓൺ 2 എന്ന് പറയുന്നത് സർജക്റ്റീവ്. ഇനി അത് രണ്ടും വന്നു കഴിഞ്ഞാൽ എങ്ങനെ വരും? 1 1ഉം ഓൺ 2ഉം വന്നു കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരാണ് ബൈജക്റ്റീവ് ഫങ്ഷൻ എന്ന് പറയുന്നത്. 1 1 വന്നു കഴിഞ്ഞാൽ ഇൻജക്റ്റീവ്, ഓൺ 2 വന്നു കഴിഞ്ഞാൽ സർജക്റ്റീവ്. ഇത് രണ്ടും വന്നു കഴിഞ്ഞാൽ എങ്ങനെ വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൈജക്റ്റീവ് എന്ന് പറഞ്ഞിട്ട് വരും. ഓക്കെ, അപ്പോൾ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള എലമെൻറ്റ്സിന് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഇമേജസ് ഉണ്ടെങ്കിലാണ് നമ്മൾ എന്ത് പറയുക? 1 1 എന്ന് പറയുക. അത് പിക്ചർ വരയ്ക്കുമ്പോൾ മനസ്സിലാവും. പിന്നെ എല്ലാ x1 x2 ബിലോങ്സ് ടു ക്യാപിറ്റൽ എക്സ്. നമുക്കൊരു ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്നൊരു സെറ്റ് ഉണ്ട്. അവിടെ വരുന്ന എല്ലാ x1 x2നും എന്തുണ്ടായിരിക്കണം? എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 ഇംപ്ലൈസ് x1 ഈക്വൽ ടു x2. അതർവൈസ് ഇറ്റ് ഈസ് കോൾഡ് മെനി വൺ, അല്ലെങ്കിൽ അതിനെ നമ്മൾ പറയുന്നതായിരിക്കും മെനി വൺ. ഇനി ഓൺ 2 പിക്ചർ വെച്ച് കാണിച്ചു തരാം, എന്നാലും ഓൺ 2 കൂടെ പറഞ്ഞിട്ട് പോവാം. എവരി എലമെൻറ്റ് ഓഫ് വൈ ഇസ് ദ ഇമേജ് ഓഫ് സം എലമെൻറ്റ് ഓഫ് എക്സ്. അല്ല, എല്ലാ വൈ എന്ന് പറയുന്നതും സെറ്റിലുള്ള എക്സിൻ്റെ ഏതെങ്കിലും ഒരു എക്സിൻ്റെ ഇമേജായിട്ട് വന്നു കഴിഞ്ഞാൽ എന്ത് പറയാൻ പറ്റും? ഓൺ 2 ആയിട്ട് പറയാൻ പറ്റും. അതർവൈസ് അതെന്തായിരിക്കില്ല? ഓൺ 2 ആയിരിക്കില്ല. 2 കേസും സാറ്റിസ്ഫൈ ചെയ്താൽ അതെന്തായിരിക്കും? ബൈജക്റ്റീവ് ആയിരിക്കും. ഇനി നമുക്ക് ഇവിടുത്തെ എക്സാമ്പിൾ വെച്ച് തന്നെ പറയാം. അതായത് n to n ഗിവൺ ബൈ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? അപ്പോൾ 2x എന്ന് പറയുമ്പം നമുക്കതിൻ്റെ ഇത് വരച്ച് കാണിച്ചു തരാം. അപ്പം നമ്മൾ ഡയഗ്രാം വരയ്ക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ റെപ്രസെൻ്റ് ചെയ്യില്ലേ, ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യും. ഇത് ക്യാപിറ്റൽ N, സോറി, എഴുതിയപ്പോൾ ക്യാപിറ്റൽ N, ഇതും ക്യാപിറ്റൽ N എന്നാണ് വരാം. അപ്പോൾ ക്യാപിറ്റൽ Nൽ നിന്നും ക്യാപിറ്റൽ Nലേക്കുള്ള റിലേഷനായിട്ടാണ്, ഫങ്ഷനായിട്ടാണ് ഇത് പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ 1 എഴുതുന്നു, 2 എഴുതുന്നു, 3 എഴുതുന്നു, അങ്ങനെ ഓരോ എലമെൻറ്റ്സൊക്കെ എഴുതി പോകുന്നു. ഇവിടെയും 1 എഴുതുന്നു, 2 എഴുതുന്നു, 3 എഴുതുന്നു, അങ്ങനെ ഓരോ എലമെൻറ്റ്സായിട്ട് എഴുതി പോകുന്നു. അപ്പോൾ നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സ് ആണല്ലേ, നാച്ചുറൽ നമ്പേഴ്സാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, 1 2 തൊട്ടുള്ള നമ്പേഴ്സ് അപ് ടു ഇൻഫിനിറ്റി. അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ റിലേഷൻ എന്താ? 2x. എക്സ് ഒരു എലമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 1 ഇങ്ങോട്ട് മാപ്പ് ചെയ്യും, 2ലേക്ക് മാപ്പ് ചെയ്യും. ഇവിടെ 6 ഉണ്ടെങ്കിൽ ഇത് കുറച്ച് വലുതാക്കി വരച്ച് കഴിഞ്ഞാൽ ഇവിടെ ആരും കൂടെ വരും? 6ഉം കൂടെ വരും. 3 2 6 അല്ലേ? അപ്പോൾ 3 × 2 എന്ന് പറയുന്നത് 6ലേക്ക് വരും. അപ്പോൾ ഇങ്ങനെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള എലമെൻറ്റ്സിന് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഇമേജസ് ഉണ്ടെങ്കിൽ, ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള എലമെൻറ്റ്സിൻ്റെ മാപ്പിംഗ് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഇമേജസിലേക്കാണ് പോകുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? 1 1. അതിനെ നമ്മൾ പറയുന്നതാണ് 1 1 എന്ന് പറയുക. പിന്നെ ഇതെന്ന് പറയുന്നത് ഓൺ 2 ആയിരിക്കില്ല. കാരണം ഇവിടെ ഇവരുടെ റേഞ്ച് നോക്കുക, റേഞ്ചിൽ ഇവിടെ നോക്കുക, റേഞ്ചിൽ ഇവിടെ 1 ഉണ്ടല്ലോ കോഡമൈനിൽ. അപ്പോൾ 1 എന്ന് പറയുന്ന ആൾക്ക് എന്തില്ല? ഇവിടെ ഒരു ഇമേജ് ഇല്ല. ഒരു പ്രീ ഇമേജ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോൾ 1 എന്ന് പറയുന്ന ഒരാൾക്ക് ഇവിടെ ഒരു തിരിച്ചൊരു ഇമേജ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. കാരണം 1 2x എന്ന് പറയുന്ന റിലേഷൻ എടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു എലമെൻ്റ് നാച്ചുറൽ നമ്പർ ആണെങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റുമോ? അതല്ലെങ്കിൽ നമുക്ക് ശരിക്കും റിയൽ നമ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കാമായിരുന്നു, അല്ലേ? റിയൽ നമ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കാമായിരുന്നു. ആ കേസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ കേസിൽ നമുക്കങ്ങനെ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നാച്ചുറൽ നമ്പേഴ്സിൽ നിന്നും നാച്ചുറൽ നമ്പേഴ്സിലേക്കുള്ള ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ ഈ ഫംഗ്ഷനായിട്ടുള്ള എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x എന്ന് പറയുന്ന ഫംഗ്ഷൻ 1 1 ആണ്, പക്ഷെ എന്തല്ല? ഓൺ 2 അല്ല.
ഇനി ഇതേ കേസ് എങ്ങനെ വന്നാൽ ആറിൻ്റെ കണ്ടീഷനിൽ വന്നു കഴിഞ്ഞാൽ 6 ഇത് 6 അപ്പം റിയൽ നമ്പേഴ്സ് ആണല്ലേ, നമുക്ക് ഡെസിമൽസും അങ്ങനെയുള്ള ഫ്രാക്ഷൻസും അങ്ങനെയുള്ള നമ്പേഴ്സൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ നേരത്തെ 1ൻ്റെ കേസ് പറഞ്ഞ പോലെ നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റും? ഹാഫ് എടുത്ത് നോക്കിയേ, ഹാഫ് ഇൻറ്റു 2 ചെയ്ത് നോക്കുക. അപ്പോൾ ഈ 2ഉം 2ഉം ക്യാൻസൽ ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും? 1 കിട്ടും. അപ്പോൾ ഇവിടെ ഒരു ഹാഫ് ഉണ്ടെങ്കിൽ ആ ഹാഫിനെ എങ്ങോട്ടേക്ക് മാപ്പ് ചെയ്യാം? 1ലേക്ക് മാപ്പ് ചെയ്യാം. അപ്പോൾ അതെന്ന് പറയുന്നത് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള എലമെൻറ്റ്സിന് ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള ഇമേജസും ഉണ്ടായിരിക്കും, അതേപോലെ അതിനൊരു ഇമേജും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് f(x) = 2x എന്ന് പറയുന്ന റിലേഷൻ റിയൽ നമ്പറിൽ നിന്ന് റിയൽ നമ്പറിലേക്ക് കൺസിഡർ ചെയ്യുമ്പോൾ എന്താണെന്ന് പറയാൻ പറ്റും? 1 1ഉമാണ്, ഓൺ 2ഉമാണ്. അപ്പോൾ ഇൻജക്റ്റീവുമാണ്, സർജക്റ്റീവുമാണ്. അതുകൊണ്ട് അതെന്തായിരിക്കും? ഒരു ബൈജക്റ്റീവ് ഫങ്ഷൻ ആയിരിക്കും. ഓക്കെ, അതിൻ്റെ പ്രൂഫ് നമ്മളെങ്ങനെയാണ് കൊടുക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ പ്രൂഫ് കൊടുക്കുന്നത് ദ ഫങ്ഷൻ 2x becomes 1 1 ആൻഡ് ഓൺ 2 അല്ല, 1 1ഉം ഓൺ 2ഉമായിട്ട് മാറും. എന്തായാൽ റേഞ്ച് എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പറിൽ നിന്നും 6ലേക്ക് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ f(x)ന് പകരം നമ്മൾ എന്താണ് y/2 എന്ന് പറയുന്ന ഒരു എലമെൻറ്റിനെ കൊടുക്കുകയാണ്. അപ്പോൾ y/2 എക്സിൻ്റെ സ്ഥാനത്ത് y/2 കൊടുത്ത് നോക്കിയേ. അപ്പോൾ 2 ഇൻറ്റു എക്സ് എന്ന് പറയുന്ന പോലെ 2 ഇൻറ്റു y/2. അപ്പോൾ 2ഉം 2ഉം ക്യാൻസലായിട്ട് നമുക്ക് എന്ത് കിട്ടും? y കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഒരു എലമെൻറ്റിന് y/2 എന്ന് പറയുന്ന ഒരു എലമെൻറ്റിന് y എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? y ഒരു ഇമേജ് ആയിട്ട് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇതെന്ന് പറയുന്നത് ഓൺ 2 ഫങ്ഷനാണ്. അപ്പോൾ ഇത് 1 1ഉം ഓൺ 2ഉമായിട്ട് മാറും. ഓക്കെ.